ഇപ്പം നമ്മൾ മിസലേനിയസിലേക്ക് പോവാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ എപ്പിഡമോളജിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത്, എപ്പിഡമോളജി ചാപ്റ്ററിൽ വരാത്തത്. സോ അത് ഞാൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്റേഴ്സിനുണ്ട്, അപ്പോൾ ഞാനത് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എപ്പിഡമോളജി എന്നുള്ള നിങ്ങളുടെ പൾസിലുള്ള ചാപ്റ്ററിലും വരുന്നുണ്ട്, പിന്നെ മിസലേനിയസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും വരുന്നുണ്ട്. സോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചില ചാപ്റ്റേഴ്സ് പറയാം. അപ്പം ഇതിൻ്റെ റെഫറൻസസും സെയിം ആണ്, പാർക്കും നമ്മുടെ സൂബൻ പീറ്ററും ആണ്. ഞാൻ ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സാണ്, കോൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസും ലെവൽസ് ഓഫ് എവിഡൻസും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് എന്താണെന്ന് നോക്കാം. ഈ ഡെഫിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഇത് ഏത് ഇയറിലാണ് തന്നത്, ആരാണ് ഡെഫിനേഷൻ തന്നതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സോ WHO ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് വാസ് ഗിവൺ ഇൻ 1948. So what is the definition? Health is a state of complete physical, mental and social well-being and not merely the absence of disease or infirmity. ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി, സിമ്പിളാണ് മനസ്സിലാക്കാൻ, ഒന്നുമില്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്, അല്ലാണ്ട് ജസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമിറ്റി അതിൻ്റെ ഒരു മിയർ ആബ്സെൻസ് അല്ല. സോ that was the first definition which was given by WHO in 1948. ഓക്കെ, ഇൻ 1978 അതിനകത്തേക്ക് ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്തു. ദാറ്റ് വാസ് ദ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഓക്കെ, so first definition in 1948. In 1978 one more part was being added, so that is ability to lead a socially and economically productive life. സോ ഇനി നമുക്ക് ഈ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻസ് ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരുന്നു. സോ നെക്സ്റ്റ് കംസ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്, ദാറ്റ് വാസ് ഇൻ 1957. അത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് നാരോ സെൻസിലും ഉണ്ട്, ബ്രോഡ് സെൻസിലും ഉണ്ട്. ഓക്കെ, സോ നാരോ സെൻസിലെ ഡെഫിനിഷൻ, there is no obvious evidence of a disease and person is functioning normally. So normally means the several organs of the body are functioning adequately in themselves and in relation to one another, which implies a kind of equilibrium or homeostasis. അതായത് നമ്മുടെ അകത്തുള്ള ഇന്റേണൽ ഓർഗൻസും എല്ലാം ഒരു ഇക്വിലിബ്രിയത്തിൽ പോവുക. അതാണ് ഓപ്പറേഷണൽ ഡെഫിനേഷൻ്റെ നാരോ സെൻസിൽ അവർ ഉദ്ദേശിച്ചത്. ആൻഡ് ദാറ്റ് വാസ് ഗിവൺ ഇൻ 1957. സോ 1948 then comes 1957 ഉള്ള ഓപ്പറേഷണൽ ഡെഫിനേഷൻ. then comes broad sense, operational definition of health in 1957. അതിൻ്റെ ഒരു ബ്രോഡ് സെൻസിലുള്ള ഡെഫിനിഷൻ. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓർ എ ക്വാളിറ്റി ഓഫ് എ ഹ്യൂമൻ ഓർഗാനിസം എക്സ്പ്രസിംഗ് ദ അഡക്വേറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗാനിസം ഇൻ ഗിവൻ കണ്ടീഷൻസ്, ഇത് ജനറ്റിക് ഓർ എൻവയോൺമെൻറ്റൽ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള അഡക്വേറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗാനിസംസ് മെയിൻലി ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ. ഓക്കെ, അതാണ് ബ്രോഡ് സെൻസിലുള്ള ഡെഫിനിഷൻ. ക്ലിയർ? അപ്പം ഇയേഴ്സ് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ആരാണ് തന്നത്? ഓക്കെ, then WHO definition in 1948. in 1978 ഒരു കോമ്പണൻറ്റും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഓപ്പറേഷണൽ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ഇൻ 1957, നാരോ സെൻസും ബ്രോഡ് സെൻസും. സോ എല്ലാ ഡെഫിനിഷനും തന്നത് WHO ആണ്. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ചേഞ്ചിങ് കോൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്ത്. ഓക്കെ, സോ 4 കോൺസെപ്റ്റ്സ് ഉണ്ട്: ബയോമെഡിക്കൽ കോൺസെപ്റ്റ്, ഇക്കോളജിക്കൽ കോൺസെപ്റ്റ്, സൈക്കോസോഷ്യൽ കോൺസെപ്റ്റ് ആൻഡ് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് ഓരോ കോൺസെപ്റ്റും എന്താണെന്ന് നോക്കാം. ഇതിൽ അതിൻ്റെ കീ വേർഡ് എടുത്തിട്ട് ഇത് ഏത് കോൺസെപ്റ്റിലുള്ളതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആബ്സെൻസ് ഓഫ് എ ഡിസീസ് കംസ് അണ്ടർ വിച്ച് കോൺസെപ്റ്റ്, അങ്ങനെയായിരിക്കും നോർമലി ക്വസ്റ്റ്യൻസ് കാണാറ്. അത് ഏത് കോൺസെപ്റ്റിൻ്റെ വ്യൂ ആണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. സോ ബയോമെഡിക്കൽ കോൺസെപ്റ്റ് മീൻസ് വ്യൂസ് ഹെൽത്ത് ആസ് ആബ്സെൻസ് ഓഫ് എ ഡിസീസ്. അതാണ് ബയോമെഡിക്കൽ കോൺസെപ്റ്റിൻ്റെ ഒരു ഐഡിയ. ഹെൽത്ത് എന്ന് വെച്ചാൽ ഡിസീസ് ഇല്ല, ആബ്സെൻസ് ഓഫ് എ ഡിസീസ്. ഓക്കെ, ആൻഡ് ഇഫ് എ പേഴ്സൺ വാസ് ഫ്രീ ഫ്രം ഡിസീസ് ഹി വാസ് കൺസിഡർഡ് ടു ബി ഹെൽത്തി. അസുഖമില്ലാത്ത ഒരാളെ ഹെൽത്തി ആയിട്ട് കണ്ടിരുന്നു. ഓക്കെ, അതിൻ്റെ ഒറിജിൻ ജേം തിയറി ഓഫ് ദ ഡിസീസ് എന്നായിരുന്നു. അപ്പം according to this biomedical concept, human body is considered as a machine and the disease is a breakdown of the machine and doctor is a person who repairs the machine. Okay, so that's the biomedical concept. Keyword is absence of a disease. It viewed health as absence of a disease. Health means absence of disease. Okay, so that is biomedical concept. പിന്നെ ബയോമെഡിക്കൽ കോൺസെപ്റ്റിൻ്റെ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ it minimized, or this concept has minimized the role of environmental, social and psychological and cultural determinants of health. ഓക്കെ, ജസ്റ്റ് ഡിസീസിൻ്റെ ആബ്സെൻസ് മാത്രമേ അത് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നുള്ളൂ. വേറെ പല ഫാക്ടേഴ്സും ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, അതൊന്നും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ചില മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഇറ്റ് വാസ് ബയോമെഡിക്കൽ കോൺസെപ്റ്റ് couldn't prove. So it was inadequate to solve some of the major health problems. For example, malnutrition. ഇതിനൊന്നും ഒരു
എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് ഒരു ഏജൻ്റ് ഇല്ല. ഓക്കെ. ആൻഡ് ക്രോണിക് ഡിസീസസ്, ആക്സിഡൻറ്റ്സ്, ഡ്രഗ് അബ്യൂസ്, അങ്ങനെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇതൊക്കെ കാരണവും ഡിസീസ് വരുന്നുണ്ട്. സോ ബയോമെഡിക്കൽ കോൺസെപ്റ്റ് പറഞ്ഞത് ഡിസീസ് ഇല്ലെങ്കിൽ ആൾ ഹെൽത്തിയാണ്. പക്ഷേ ഇപ്പോൾ ഈ മാൽ ന്യൂട്രീഷൻ വരുന്നതും ക്രോണിക് ഡിസീസും ആക്സിഡൻസിൻ്റെ ഒക്കെ കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. സോ അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നില്ല. ഓക്കെ. അപ്പം ബയോമെഡിക്കൽ കോൺസെപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഇക്കോളജിക്കൽ കോൺസെപ്റ്റ്. ഇക്കോളജിക്കൽ കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ദേ വ്യൂഡ് ഹെൽത്ത് ആസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. ഹെൽത്ത് എന്ന് വെച്ചാൽ വെൻ ദർ ഇസ് എ പ്രോപ്പർ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ് ദെൻ എ പേഴ്സൺ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഹെൽത്തി. Okay. And what is disease? Disease is defined as a maladjustment of the human organism to its environment. So ecological. So E and E environment also E. So ആ E എന്ന് ആലോചിച്ചാൽ മതി. സോ അവിടെ മാനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഒരു ബാലൻസിനെയാണ് ഇക്കോളജിക്കൽ കോൺസെപ്റ്റ് എംഫസൈസ് ചെയ്തത്. അടുത്തതെന്ന് പറയുന്നത് സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ് ആണ്. സോ ഹിയർ റിമെമ്പർ ദ ടേം സോഷ്യൽ. സോ ഇൻ ദ സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ് reveal that health is not only a biomedical phenomenon. ഇവിടെ social aspects കൂടെ important ആണ്. So health is also influenced by social, psychological, cultural, economic and political factors of people concerned. So according to the psychosocial concept, health is both a biological and a social phenomenon. Clear? And the last one is holistic concept. Holistic concept എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു എന്താ പറയുക, അരച്ച് കലക്കിയ ഒരു സംഭവമാണ് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. സോ ഇറ്റ് ഇസ് എ സിന്തസിസ് ഓഫ് ഓൾ ദിസ് എബവ് കോൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ് റെക്കഗ്നൈസസ് ദ സ്ട്രെങ്ത് ഓഫ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഓൺ ഹെൽത്ത്. എവറിത്തിങ്, സോഷ്യൽ മാത്രമല്ല, എക്കണോമിക്കും പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റൽ എല്ലാ ഇൻഫ്ലുവൻസസും ഇത് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഓൾവേസ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ഇൻവോൾവിംഗ് ദ വെൽബീയിങ് ഓഫ് ദ ഹോൾ പേഴ്സൺ. Okay, it is a multidimensional process which involves well-being. Then health implies, so according to holistic concept, health means a sound mind in a sound body, in a sound family, in a sound environment. അത്രയാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. അങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും കൂടെ ഒരു എന്താ പറയുക, ഒരു വേർഷൻ. Okay, according to this approach, all the sectors of the society have an effect on health. അതായത് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, നമ്മൾ വിചാരിക്കാത്ത എല്ലാ ഫീൽഡ്സിനും ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് ടെൽസ് യു. സോ ബയോമെഡിക്കൽ മീൻസ് നോ ഡിസീസ്, ഇക്കോളജിക്കൽ മീൻസ് എൻവയോൺമെൻറ്റ്, സൈക്കോസോഷ്യൽ മീൻസ് സോഷ്യൽ ആസ്പെക്ട്സ്, ആൻഡ് ഹോളിസ്റ്റിക് മീൻസ് a sound body, a sound mind in a sound body, in a sound family and in a sound environment. Okay, clear? So these are the concepts of health. Okay, so now we are moving on to the determinants of health. സോ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഈ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ദ ഹെൽത്ത്. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിറ്റർമിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഈ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ അകത്തുള്ള ഫാക്ടേഴ്സും ആവാം, നമ്മൾ പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ആവാം. സോ ദാറ്റ് ഈസ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഓക്കെ, അപ്പം 12 ഡിറ്റർമിനൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ബയോളജിക്കൽ ഡിറ്റർമിനൻസ്. ബയോളജിക്കൽ മീൻസ് നമുക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ബൈ ബർത്ത് നമുക്കൊരു ജനറ്റിക് മേക്കപ്പ് ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് ഈസ് ബയോളജിക്കൽ ഡിറ്റർമിനൻസ്. ദെൻ നമ്മളെ ബിഹേവിയറൽ ഡിറ്റർമിനൻസ് നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബിഹേവിയറൽ ഡിറ്റർമിനൻസ്. പല ഏജിലും പല ടൈപ്പ് ഓഫ് ഡിറ്റർമിനൻസ്, ബിഹേവിയറൽ ഡിറ്റർമിനൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല കൈൻഡ് ഓഫ് ഡിസീസസിന് ചാൻസസ് കൂടുതലാണ് അല്ലേ. ഇപ്പോൾ പിയർ പ്രഷർ കൊണ്ട് പല ഹാബിറ്റ്സും തുടങ്ങാം, അങ്ങനെ ഏജിങ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഏതൊക്കെയാണ് ഡിറ്റർമിനൻസ് എന്ന്. ദെൻ എൻവയോൺമെൻറ്റൽ, നമ്മുടെ സറൗണ്ടിങ്, സോഷ്യോ എക്കണോമിക്, നമ്മുടെ സ്റ്റേറ്റസ്, ഹെൽത്ത് സിസ്റ്റം, ഓക്കെ, സോഷ്യോ കൾച്ചറൽ, ഏജിങ് ഓഫ് ദ പോപ്പുലേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ, ജെൻഡർ, ഇക്വിറ്റി, ഹ്യൂമൻ റൈറ്റ്സ്. സോ ദീസ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന്ന് ഏതെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചിട്ട് ദീസ് ഫാക്ടേഴ്സ് ലൈക്ക് എന്താ ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ജെൻഡറും ബിഹേവിയറൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എടുത്തിട്ട് ദേ ആർ ഓൾസോ നോൺ ആസ് വാട്ട്, ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് റിസ്ക് ഡിറ്റർമിനൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, റിസ്ക് മാർക്കേഴ്സ് എന്നൊക്കെ ഉണ്ടാവും. സോ ആൻസർ ഇസ് ഡിറ്റർമിനൻസ്. അപ്പോൾ ഈ 12 എണ്ണം ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിരിക്കുക. ദേ ആർ ഓൾസോ നോൺ ആസ് റിസ്ക് ഡിറ്റർമിനൻസ്. ഓക്കെ, സോ അത്രയല്ലോ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തിനെ പറ്റിയിട്ട്. അടുത്തെന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് കോസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് പഠിച്ചു, ഹെൽത്തിൻ്റെ കോൺസെപ്റ്റ്സ് പഠിച്ചു, ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് പഠിച്ചു. ഇനി നമുക്ക് ഹെൽത്ത് നിന്ന് മാറി ഡിസീസ് കോസേഷൻ്റെ റീസൺസ്. സോ വാട്ട് ആർ ദ കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് കോസേഷൻ? ഓക്കെ, അതിൽ നമുക്ക് 3 സബ് ഹെഡിങ് ആയിട്ട് പഠിക്കാം. വി ഹാവ് ടു സ്റ്റഡി ദ തിയറീസ് ആൻഡ് പത്തോജനസിസ് ഓഫ് ദ ഡിസീസസ് ആൻഡ് ഐസ്ബർഗ് ഫിനോമിനൻ. ഓക്കെ, സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ തിയറീസ്. Okay, theories of disease causation. First one is old theories, then germ theory vannu, then epidemiological triad vannu, theory of multifactorial causation vannu, and web of causation vannu.
Okay, so 1, 2, 3, 4, 5 theories ഉണ്ട്. അതിനകത്ത് ഓൾഡ് തിയറീസ് എന്ന് പറയുമ്പം ടിൽ ദ എൻഡ് ഓഫ് 18th സെഞ്ച്വറി വേരിയസ് തിയറീസ് വെർ ഇൻ എക്സിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഓൾഡ് തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമുക്ക് സൂപ്പർ നാച്ചുറൽ തിയറി ഓഫ് ദ ഡിസീസ് പറയാം. സൂപ്പർ നാച്ചുറൽ തിയറി ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത് അവർ വിചാരിച്ചിരുന്നത് ഗോഡിൻ്റെ കേഴ്സ് കൊണ്ടാണ് ഡിസീസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവിലായി കൊണ്ടാണ് ഡിസീസ് ഉണ്ടാകുന്നത്. സോ ദാറ്റ് വാസ് അബൌട്ട് സൂപ്പർ നാച്ചുറൽ തിയറി ഓഫ് ദ ഡിസീസ്. പിന്നെ ആയുർവേദയിൽ നിങ്ങൾക്കറിയാം 3 ഇമ്പോർട്ടൻറ്റ് ത്രിദോഷ, അതിൻ്റെ ബാലൻസിൽ വരുന്ന ഡിസ്റ്റർബൻസ് കാരണമാണ് ഡിസീസ് ഉണ്ടാകുന്നത്. സോ വാട്ട് ആർ ദ ത്രിദോഷാസ്? വാത, പിത്ത, കഫ. ഓക്കെ, അതുകൊണ്ടാണ് ഡിസീസ് വരുന്നതാണ് ആയുർവേദക്കാർ വിശ്വസിച്ചിരുന്നത്. ആൻഡ് ചൈനീസ് മെഡിസിൻസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇംബാലൻസ് ബിറ്റ്വീൻ മെയിൽ പ്രിൻസിപ്പൽ ആൻഡ് ഫീമെയിൽ പ്രിൻസിപ്പൽ. സോ ദീസ് വർ ദ ഓൾഡ് തിയറീസ് ആൻഡ് ഓൾ ദീസ് തിയറീസ് വർ ഡിസ്കാർഡഡ്. ഓക്കെ, സോ അടുത്ത് വരുന്നത് germ theory of the disease ആണ്. So it was formulated by Louis Pasteur and Robert Koch. അല്ലേ? So Robert Koch. So what was their experiment? Louis Pasteur demonstrated that presence of bacteria in the air, and Robert Koch showed that anthrax was caused by a bacteria. So they have discarded all the supernatural theories. They have found out that there was some kind of germs were responsible for the disease. ഓക്കെ, സോ ഇതിൻ്റെ ജേം തിയറീൻ്റെ ഇഫക്റ്റ് ആണ്. ഒരു ഡിസീസ് ഏജൻ്റ് ഉണ്ട്, വെൻ ഇറ്റ് എഫക്ട്സ് ദ മാൻ ഇറ്റ് വിൽ ഫൈനലി ലീഡ്സ് ടു അ ഡിസീസ്. സോ അതാണ് ആ ഫ്ലോ ചാർട്ട്. സോ ദാറ്റ് വാസ് ദ ഔട്ട്കം ഓഫ് ദ ജേം തിയറി. ഓക്കെ, ആൻഡ് ഈ ജേം തിയറി, പിന്നെ ഈ ജേം തിയറി ഡിസ്കാർഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ കുറച്ചും കൂടെ സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലായി ഒരു സിംഗിൾ ഏജൻറ്റ് കാരണം മാത്രമല്ല ഡിസീസ് ഉണ്ടാകുന്നത്, അതിന് വേറെയും കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, സോ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത് ഒരു ഏജൻ്റ് ഉണ്ട്, ആൻഡ് ദർ ഇസ് എ ഹോസ്റ്റ് ആൻഡ് എ എൻവയോൺമെൻറ്റ്. സോ ദിസ് കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഏജൻറ്റ്, ഹോസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ക്യാൻ ലീഡ്സ് ടു എ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള കാരണം, ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് ടു വിച്ച് വി ആർ എക്സ്പോസ്ഡ്. ഓക്കെ, അപ്പം നമ്മുടെ ട്യൂബർക്കുലോസിസ് ഡിസീസ് എക്സ്പോസ്ഡ് ആയ ബാക്ടീരിയക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഡിസീസ് വരുന്നില്ല. വൈ? അതിനകത്ത് ജനറ്റിക്, അതായത് ഹോസ്റ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും ആൻഡ് നമ്മുടെ എൻവയോൺമെൻറ്റ്, ഏത് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് എല്ലാവർക്കും ആ ഡിസീസ് വരാത്തത്. ഇമ്മ്യൂണിറ്റി മാറ്റേഴ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് ടു വിച്ച് വി ആർ എക്സ്പോസ്ഡ് ഇറ്റ് ഓൾസോ മാറ്റേഴ്സ്. So it is not due to a single agent. All this environment and this host and also the time also play a very important role in leading the disease or causing the disease. അങ്ങനെയാണ് നമ്മൾ എപ്പിഡമോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ ഈ എപ്പിഡമോളജിക്കൽ ട്രയാഡാണ് എല്ലാത്തിൻ്റെയും ബേസ്. So when we're talking about the epidemiology of dental caries, periodontal disease, oral cancer, this triad is very, very important. We will discuss all these factors in terms of a epidemiological triad. Clear? സോ അടുത്തത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൾഡ് തിയറി കഴിഞ്ഞു, നമ്മുടെ സൂപ്പർ നാച്ചുറൽ തിയറി, ഓൾ ദോസ് ബുൾഷിറ്റ്സ് കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ജേം തിയറി കഴിഞ്ഞു. ദെൻ വി ഹവ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പിഡമോളജിക്കൽ ട്രയാഡ് പഠിച്ചു. ദെൻ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് തിയറി ഓഫ് മൾട്ടിഫാക്ടോറിയൽ കോസേഷൻ. ഓക്കെ, ഇറ്റ് വാസ് പുട്ട് ഫോർത്ത് ബൈ Pitton-Coffer. Okay, remember that name. ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. തിയറി ഓഫ് മൾട്ടിഫാക്ടോറിയൽ കോസേഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ Pitton-Coffer. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ഹിം സിംഗിൾ കോസ് കൊണ്ടല്ല ഡിസീസ് വരുന്നതെന്നാണ് പുള്ളിയുടെ ഐഡിയ. സോ പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ്, നമ്മുടെ ഹാർട്ട് ഡിസീസസ്, ബ്രോങ്കൈറ്റിസ്, ഇതെല്ലാം അതിന് ഒരു കോസറ്റീവ് ഏജൻ്റായിട്ട് ഒരൊറ്റ റീസൺ അല്ലെങ്കിൽ ഒറ്റൊരു കോസായിട്ട് നമുക്ക് പറയാനില്ല. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ കാരണമാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ ക്യാൻസർ നമുക്ക് ഡയറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഡിഫറെൻ്റ് ആകുമ്പോൾ അതും ഒരു റീസൺ ആണ് ക്യാൻസറിന്. കൊറോണറി ഹാർട്ട് ഡിസീസിന് നമ്പർ ഓഫ് റീസൺസ് ഉണ്ട്. ഫിസിക്കൽ എക്സസൈസ്, ഫാറ്റ് ഇൻടേക്ക്, സ്മോക്കിംഗ്, ഒബേസിറ്റി, ഇതെല്ലാം കൊറോണറി ഹാർട്ട് ഡിസീസിനെയാണ്. അപ്പോൾ നമുക്കൊരു സിംഗിൾ കോസ് നമുക്കവിടെ പറയാൻ പറ്റില്ല. സോ ക്രോണിക് ഡിസീസ് ഇവോൾവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജേം തിയറിയും ഒരു സിംഗിൾ കോസ് എന്നുള്ള കാര്യം അത് എന്താ പറയുക, അത് അങ്ങ് മറിഞ്ഞു പോയി, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. സോ അങ്ങനെയാണ് തിയറി ഓഫ് മൾട്ടി ഫാക്ടോറിയൽ കോസേഷൻ. ഒരുപാട് ഫാക്ടേഴ്സുകളുടെ കോസേഷൻ, ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് കോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസീസ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് Pitton-Coffer കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് റെക്കഗ്നൈസ് ദാറ്റ് എ ഡിസീസ് ഇസ് നോട്ട് കോസ്ഡ് ബൈ എൻ ഓർഗാനിസം ബട്ട് ഓൾസോ പ്രീഡിസ്പോസ് ബൈ മെനി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇറ്റ്സ് ഒക്കറൻസ്. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ മോഡേൺ ഡിസീസസ് ഓഫ് സിവിലൈസേഷൻ, അതായത് നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസസ്, ഡയബറ്റീസ്, ലങ് ക്യാൻസർ, ഓക്കെ, ഇതിനെല്ലാം പല ഫാക്ടേഴ്സും ഉണ്ട്. സോഷ്യൽ ആവാം, എക്കണോമിക്, കൾച്ചറൽ, ജനറ്റിക്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് ക്യാൻ പ്രീഡിസ്പോസ് ടു എ ഡിസീസ്.
So that is how a theory of multifactorial causation came into exist. So now we are moving to web of causation. Okay, web of causation എന്ന് പറയുകയാണെങ്കിൽ കൈൻഡ് ഓഫ് വെബ്, ഈ ഡയഗ്രാം നോക്കൂ, അതുകൊണ്ടാണ് അതിനെ വെബ് ഓഫ് കോസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ മക്മോഹൻ ആൻഡ് പഗ്. പേര് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, മക്മോഹൻ ആൻഡ് പഗ്. സോ ഇറ്റ് ഈസ് വെരി മച്ച് സ്യൂട്ടബിൾ ഫോർ ക്രോണിക് ഡിസീസസ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പം നിങ്ങൾ നോക്കൂ, സ്ട്രെസ് ക്യാൻ ലീഡ്സ് ടു ദ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ക്യാൻ കോസസ് ഒബേസിറ്റി. ഞാൻ പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ലിങ്ക് നോക്കൂ, ഒബേസിറ്റി ക്യാൻ കോസസ് ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ്, ക്യാൻ ലീഡ്സ് ടു സ്ട്രോക്ക്. ഓക്കെ, this stress can causes overeating, so diet pattern it will affect, and it causes reduced physical activity, hypertensive diseases. Okay, similarly the stress can causes increased smoking and heart disease. So everything is interlinked. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ലിങ്ക്, ആ ലിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക്. സോ ഇഫ് യു മോഡിഫൈ ദ ഡയറ്റ് ഓർ ഇഫ് യു മോഡിഫൈ സ്മോക്കിംഗ്, സോ വി ക്യാൻ കൺട്രോൾ ഓൾ ദീസ് ഡിസീസസ്. ഹാർട്ട് ഡിസീസ് നമുക്ക് കൺട്രോൾ ചെയ്യാം, സ്ട്രോക്ക് കൺട്രോൾ ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ, എവറിത്തിങ് വി ക്യാൻ കൺട്രോൾ. സോ അതാണ് വെബ് ഓഫ് കോസേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ അതിനെയാണ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. സോ ആ ഒരു ഫാക്ടറിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ വി ക്യാൻ കൺട്രോൾ ദ ഡിസീസസ്. സോ ദാറ്റ് ഈസ് അബൌട്ട് വെബ് ഓഫ് കോസേഷൻ. സോ ദ ചാലഞ്ച് ഈസ് ടു ഐഡൻറ്റിഫൈ ദ സ്ട്രോങ്ങസ്റ്റ് ലിങ്ക് ഇൻ കോസിങ് ദ ഡിസീസ്. ഓക്കെ, അപ്പം തിയറീസ് കഴിഞ്ഞു, നമ്മൾ 5 തിയറീസ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് ഐസ്ബർഗ് ഓഫ് ഡിസീസിലേക്കാണ്. സോ ഐസ്ബർഗ് ഓഫ് ഡിസീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു ഐസ്ബർഗായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പം ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമേ നമ്മൾ പുറമേക്ക് കാണുന്നുള്ളൂ, അടിഭാഗം സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസീസും ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ക്ലിനിക്കലി എവിഡൻ്റ് ആയിട്ടുള്ളത് ഒരു ടിപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി സബ് ക്ലിനിക്കലാണ് വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഒരു സബ് ക്ലിനിക്കൽ ഡിസീസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എപ്പിഡമോളജിസ്റ്റിനൊക്കെ ഏറ്റവും നേരിടേണ്ടി വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ, അതായത് സബ് ക്ലിനിക്കൽ കേസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വഴിയാണ്. അപ്പം നമുക്ക് നേരത്തെ തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, ഈ ഐസ്ബർഗ് ഓഫ് ഡിസീസ് നമ്മളിപ്പോൾ ഒരു ഡിസീസ് എന്നുള്ള ടേമിലാണ് പറയുന്നത്. അതുപോലെ ഐസ്ബർഗ് ഓഫ് ഡെൻ്റൽ കേരീസ് ഉണ്ട്, നമ്മളെ ക്ലിനിക്കലി വിസിബിൾ ആയിട്ടുള്ളതും ക്ലിനിക്കലി വിസിബിൾ അല്ലാത്തതൊക്കെ ഇല്ലേ, സെയിം പോലെയാണ് ഐസ്ബർഗ് ഓഫ് ഡിസീസ്. ക്ലിനിക്കലി എവിഡൻ്റ് ആവുന്നത് വളരെ ടിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലും സബ് ക്ലിനിക്കലായിരിക്കും. അതിനൊരു തിൻ ഫെയിൻറ്റ് ലൈൻ കണ്ടോ രണ്ടിനും ഡിമാർക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിമാർക്കേഷൻ. സോ ദാറ്റ് ഓൾ അബൌട്ട് ഐസ്ബർഗ് ഓഫ് ഡിസീസ്. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ പിക്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ഞാൻ നേരത്തെ ടേമിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റിസ്ക് ഫാക്ടറും റിസ്ക് ഗ്രൂപ്പ്സും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. സോ റിസ്ക് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റിസ്ക് ഫാക്ടർ ഇതിൻ്റെ ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് ഒബേസിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഈ ഒറ്റൊരു കാരണം കൊണ്ടേ കൊറോണറി ഹാർട്ട് ഡിസീസ് വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് ഒരു കറക്റ്റ് ഒരു എറ്റിയോളജിക്കൽ ഏജൻറ്റ് ഇല്ല. അപ്പം അങ്ങനത്തെ കേസിൽ, അതായത് when the disease agent is not firmly established, the etiology will be generally expressed in terms of risk factors. മനസ്സിലായോ? അതായത് എറ്റിയോളജി പ്രോപ്പറായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളവിടെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു എറ്റിയോളജി നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഓൾ അബൌട്ട് റിസ്ക് ഫാക്ടേഴ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എപ്പോഴും ഓപ്ഷൻസിൽ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായാലേ നിങ്ങൾക്ക് അതല്ല ആൻസർ അല്ലെങ്കിൽ അതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ റിസ്ക് ഫാക്ടറിന് എക്സാമ്പിൾ നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസിൽ സ്മോക്കിംഗ് ഈസ് എ റിസ്ക് ഫാക്ടർ, ഡയബറ്റീസ് ഈസ് എ റിസ്ക് ഫാക്ടർ, കൊളസ്ട്രോൾ, ഒബേസിറ്റി, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് CHT വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതെ, സോ അങ്ങനത്തെ കേസിലാണ്. സോ ദ എക്സ്പോഷർ ഇസ് ഡയറക്ട്ലി ലിങ്ക് ടു ദ ഔട്ട്കം, അങ്ങനെ നമുക്ക് പറയാം. ഈ ഒരു എക്സ്പോഷർ കാരണം ഈ ഒരു അസുഖം വരാം, പക്ഷെ അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. സോ അതാണ് റിസ്ക് ഫാക്ടർ. ഓക്കെ, സോ ദാറ്റ്സ് എക്സ്പോഷർ ഇസ് സിഗ്നിഫിക്കൻ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിസീസ്.
അതിൻ്റെ ഒക്കറൻസ് കുറച്ചാലും ഡിസീസ് കുറയും. പക്ഷേ അതിൻ്റെ കൂടെ വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. കറക്റ്റ് ഇത് കൊണ്ട് മാത്രമാണ് നമുക്ക് റിസ്ക് ഫാക്ടറിനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി റിസ്ക് ഗ്രൂപ്പ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നീഡി ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, നമ്മൾ ഇപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പം ഏറ്റവും കൂടുതൽ ആ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള ഗ്രൂപ്പ്സ്, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിന് ആവശ്യം, അതായത് വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, അതാണ് റിസ്ക് ഗ്രൂപ്പ്സ്. സോ ആ റിസ്ക് ഗ്രൂപ്പ്സിലേക്ക് നമ്മൾ നടത്തുന്ന അപ്രോച്ചിന് നമ്മൾ റിസ്ക് അപ്രോച്ച് എന്നും പറയും. ഓക്കെ, സോ ഓക്കെ, അപ്പം റിസ്ക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡീസ്, ഹൈ റിസ്ക് ഉള്ള മദേഴ്സ്, ഹാൻഡിക്യാപ്ഡ്, ക്രോണിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, അവരൊക്കെയാണ് നമ്മൾ റിസ്ക് ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നത്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു കോൺസെപ്റ്റ്സ് ഓഫ് ഡിസീസ് കൺട്രോൾ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോൺസെപ്റ്റ്സ് ഓഫ് ഡിസീസ് കോസേഷൻ പഠിച്ചു. ഇനി നമുക്ക് ഡിസീസ് കൺട്രോൾ മനസ്സിലാക്കണം. ഓക്കെ, വളരെ ബ്രീഫായിട്ടേ പറയുന്നുള്ളൂ. സോ കേൾക്കുക. സോ കോൺസെപ്റ്റ്സ് ഓഫ് ഡിസീസ് കൺട്രോൾ നോക്കാം. സോ ഇതിനകത്ത് നിങ്ങൾ 3 ടെർമിനോളജീസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഡിസീസ് കൺട്രോൾ എന്താണ്, ഡിസീസ് എലിമിനേഷൻ എന്താണ്, ഡിസീസ് ഇറാഡിക്കേഷൻ എന്താണ്. 3 മീനിങ് ആണുള്ളത്. ഡിസീസ് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ഇൻസിഡൻസ് ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നത് പല ആക്ടിവിറ്റീസും വഴി. ആൻഡ് ഫർദർ വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ്. അതാണ് ഡിസീസ് കൺട്രോൾ. ഡിസീസ് എലിമിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ വി ആർ ട്രൈയിങ് ടു ഇൻ്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓർ പ്രോഗ്രസ് ഓഫ് ദ ഡിസീസ്. അതാണ് ഡിസീസ് എലിമിനേഷൻ. ഇപ്പോൾ പോളിയോയും കാലസറും ഒക്കെ ചില സ്ഥലത്ത് നമ്മൾ എലിമിനേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇൻ്ററപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, വി ആർ അതിൻ്റെ ട്രാൻസ്മിഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. വി ആർ ട്രൈയിങ് ടു ഇൻ്ററപ്റ്റ് ദ ട്രാൻസ്മിഷൻ. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഡിസീസ് ഇറാഡിക്കേഷൻ? ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് മീനിങ് തന്നെ ടിയർ ഔട്ട് ബൈ റൂട്ട്സ്. നമ്മൾ വേരോടെ അതിനെ പിഴുതെടുക്കുകയാണ്. ടോട്ടലി ആ ഒരു ഡിസീസ് നമ്മൾ ഇവിടുന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാണ്. സോ ടിൽ നൗ, അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് മാത്രമേ ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഗ്ലോബലി ആയിട്ട് നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ അതാണ് ഡിസീസ് കൺട്രോൾ. ഈ 3 ടെർമിനോളജീസ് ഓർത്തിരിക്കുക. ഓപ്ഷൻസിലും എവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വരുന്ന കാണാം. സോ ജസ്റ്റ് റിമെമ്പർ ദീസ് terminologies. Okay, next we are going to concepts in disease prevention. അപ്പം control ആയി, now we have to prevent. Causation ആയി, control ആയി, ഇനി prevention. So preventionൽ 4 levels of prevention ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സോ primordial, primary, secondary and tertiary. ഇതാണ് 4 levels of prevention. ഓക്കെ, ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഇസ് എ ന്യൂ കോൺസെപ്റ്റ് ആണ് റിലേറ്റീവ്ലി. ഓക്കെ, അത് ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രൈമറി പ്രിവെൻഷൻ ഇൻ ഇറ്റ്സ് പ്യുവറസ്റ്റ് സെൻസ്. അത് പ്രൈമറി പ്രിവെൻഷൻ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് പാടെ അങ്ങ് പ്രിവെൻറ്റ് ചെയ്യുക. കൺട്രീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷനിലോ ഇതുവരെ അത് അപ്പിയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടേഴ്സ്, ഇതുവരെ അപ്പിയർ ചെയ്യാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഇനിയും വരാതിരിക്കാൻ നമ്മൾ ഓൾറെഡി പ്രിവെൻഷൻ എടുത്തു വെക്കുക. അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷനോട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് the prevention of the emergence or the development of risk factors in the countries or in populations in which they have not occurred at all. സോ അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ, സോ ആ കോളം നോക്കൂ. നമ്മൾ എന്തെങ്കിലും ഒരു അണ്ടർലൈങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ലീഡിങ് ടു കോസേഷൻ ഉള്ള ഒരു അവസ്ഥ നമുക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റേജസ് ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ആ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിവെൻഷൻ എടുക്കും, മുൻകരുതലെടുക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒബേസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചിൽഡ്രൻ അല്ലെങ്കിൽ കുറച്ച് അഡൽട്ട് അല്ല, ഒരു പ്രീ അഡൽട്ട് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് നമ്മൾ നല്ല ഹാംഫുൾ ലൈഫ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അവർക്ക് എഡ്യൂക്കേഷനും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും പിന്നെ എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ഒരു അവെയർനെസ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യും. സോ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ വരാതെ നമ്മൾ അവിടെ പ്രിവെൻറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് മെയിൻലി ത്രൂ മാസ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ അതാണ്. അപ്പം നമ്മൾ റിസ്ക് ഫാക്ടർ തന്നെ അവിടെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രിവെൻഷൻ എടുക്കും. സോ ദാറ്റ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. അവിടെ നമ്മുടെ ടാർഗറ്റ് പോപ്പുലേഷൻ ഒന്നല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സെലക്റ്റഡ് ഗ്രൂപ്പ് ആയിരിക്കാം. സോ ദാറ്റ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ ഹൗ വി ആർ ഗിവിംഗ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ത്രൂ മാസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവെയർനെസ് പ്രോഗ്രാംസ്. സോ നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ
കഴിഞ്ഞു. ഇനി അടുത്ത പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിവെൻഷൻ വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ്. അതായത് ഡിസീസ് വരുന്നതിന് മുന്നേ തൊട്ട് മുന്നേ നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷനാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെർബൈ ഇറ്റ് റിമൂവ്സ് ദ പോസിബിലിറ്റി ദാറ്റ് ഡിസീസ് വിൽ നോട്ട് ഒക്കർ. ഓക്കെ, അപ്പം ആ ഡിസീസ് പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. സോ അതാണ് നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ പണ്ട് കാലത്തൊക്കെ ഈ പ്ലേഗ്, ഡിസെൻട്രി, ലെപ്രസി, ട്യൂബർക്കുലോസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിരുന്നു. സോ അവർ ആ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് റേസ്ഡ് ദെയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പ്രൈമറി ഇൻ്റർവെൻഷൻ മെഷർ. അപ്പോൾ ഡിസീസ് വരുന്നു അവർക്ക് ഓൾറെഡി അറിയാം. സോ ആ ഡിസീസ് വരുന്നതിന് മുന്നേ അവർ പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക, അങ്ങനെ ഒരു മോർ ദാൻ ഒരു ഇൻ്റർവെൻഷന് പകരം മോർ ദാൻ ദേ ഹാവ് ഇൻക്രീസ് ദെയർ ഓൺ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സോ അതൊരു ടൈപ്പ് ഓഫ് പ്രൈമറി പ്രിവെൻഷനാണ്. അങ്ങനെ ഈ ഡിസീസ് എല്ലാം അവർക്ക് ഒരുവിധം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇപ്പോൾ പ്രൈമറി പ്രിവെൻഷൻ്റെ ഒരു എറീന ലൈക്ക് ഒരു ഇൻക്രീസ്ഡ് ഒരു വൈഡ് എറീന ആയിട്ടുണ്ട്. സോ അവരിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, അതായത് കൊറോണറി ആർട്ടറി ഡിസീസിലും വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ, ഓക്കെ, അതായത് സ്മോക്കിംഗ്, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിസ്ക് ഫാക്ടേഴ്സിനെ മോഡിഫൈ ചെയ്തിട്ട് ദേ ആർ ട്രൈങ് ടു പ്രിവെൻറ്റ് ക്രോണിക് ഡിസീസസ് ആസ് വെൽ. സോ അതാണ് പ്രൈമറി പ്രിവെൻഷൻ. സോ ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ദ ഡിസീസ് സോ ദാറ്റ് ദ ഡിസീസ് വിൽ നോട്ട് എവർ ഒക്കർ. സോ അതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, സോ അതിൽ സ്റ്റേജസ് ഓഫ് ദ ഡിസീസ് നോക്കൂ. സ്ലൈഡിൽ സ്പെസിഫിക് എന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിരിക്കാം, സ്പെസിഫിക് കോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. സോ നമ്മൾ ഒന്നല്ലെങ്കിൽ ഹെൽത്തി ഇൻഡിവിജ്വൽസിനാകാം, അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ടഡ് ഗ്രൂപ്പ് ആവാം. സോ ദാറ്റ് ഓൾ അബൌട്ട് പ്രൈമറി പ്രിവെൻഷൻ. സോ നെക്സ്റ്റ് കം സെക്കൻഡറി പ്രിവെൻഷൻ. സോ സെക്കൻഡറി പ്രിവെൻഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഓൾറെഡി നമ്മൾ പ്രൈമറിയും പ്രൈമോഡിയലും നമുക്ക് ഡിസീസ് വന്നിട്ടില്ല. ഓക്കെ, സോ സെക്കൻഡറി പ്രിവെൻഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ആക്ഷൻ വിച്ച് ഹോൾസ് എ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് അറ്റ് ഇറ്റ്സ് ഇൻസിപ്പിയൻറ്റ് സ്റ്റേജ് ആൻഡ് പ്രിവെൻറ്റ്സ് ദ കോംപ്ലിക്കേഷൻസ്. സോ ഡിസീസ് വരുന്ന നമ്മൾ അതിൻ്റെ തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്ത്, ഇൻസിപ്പിയൻ സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഫർദർ ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഇസ് സെക്കൻഡറി പ്രിവെൻഷൻ. സോ സ്റ്റേജസ് ഓഫ് ദ ഡിസീസ് ഇസ് ഏർലി സ്റ്റേജസ് ഓഫ് ദ ഡിസീസ്. ഈ സെക്കൻഡറി പ്രിവെൻഷൻ തന്നെ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മെത്തേഡാണ് സ്ക്രീനിങ്. സ്ക്രീനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്യാം. അങ്ങനെ ഡെൻ്റലി റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇൻസിപ്പിയൻ്റ് ആയിട്ടുള്ള ഡെൻ്റൽ കേരീസ് എല്ലാം നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫർദർ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുമല്ലോ. സോ അതൊക്കെയാണ് ഈ സെക്കൻഡറി പ്രിവെൻഷൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, സോ ഇവിടെ ഡിസീസ് ഓൾറെഡി വന്നു, അപ്പോൾ ഇൻസിപ്പിയൻ സ്റ്റേജിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ വി ക്യാൻ പ്രിവെൻറ്റ് ദ ഫർദർ കോംപ്ലിക്കേഷൻ. സോ അതാണ് secondary prevention. So the actions which halt the progress of a disease at its incipient stage and prevent further complication. Okay, അടുത്തത് ലാസ്റ്റ് വൺ ആണ് ടെർഷറി പ്രിവെൻഷൻ. അപ്പോൾ ടെർഷറി എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഓൾറെഡി ഡിസീസ് വന്നു, ഫൈനൽ സ്റ്റേജ് ആയി, ഡിസീസ് വന്നു, ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിസീസിലാണ്. സോ ടെർഷറി പ്രിവെൻഷൻ്റെ മെയിൻ എയിം എന്താണ്? സോ വെൻ ദ ഡിസീസ് ഹാസ് അഡ്വാൻസ്ഡ് ബിയോണ്ട് ഇറ്റ് ഏർലി സ്റ്റേജസ് ഇറ്റ് ഇസ് സ്റ്റിൽ പോസിബിൾ ടു അക്കംപ്ലിഷ് എ പ്രിവെൻഷൻ. ഡിസീസ് അഡ്വാൻസ് സ്റ്റേജിലായാലും നമുക്ക് പ്രിവെൻഷൻ അക്കംപ്ലിഷ് ചെയ്യാം. അതെങ്ങനെയാണ്? അത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ മെഷേഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ടു റെഡ്യൂസ് ഓർ ലിമിറ്റ് ദ ഇമ്പയർമെൻറ്റ്സ് ആൻഡ് ഡിസബിലിറ്റീസ്. മാക്സിമം അവർക്കുള്ള ഇമ്പയർമെൻറ്റും ഡിസബിലിറ്റീസും കുറച്ചിട്ട് ആൻഡ് മിനിമൈസ് ദെയർ സഫറിങ്സ് ആൻഡ് കോസിങ് ഓർ ഗിവിങ് ദം എ പോസിറ്റീവ് നേച്ചർ അല്ലെങ്കിൽ പോസിറ്റീവ് ഗുഡ് ഹെൽത്ത് നമ്മൾ അവർ പ്രൊമോട്ട് ചെയ്യുക. അതായത് മാക്സിമം ഇമ്പയർമെൻറ്റ്സും നമ്മുടെ ഡിസബിലിറ്റീസും എല്ലാം കുറയ്ക്കുക, സഫറിങ്സ് കുറച്ചിട്ട് അവർക്കൊരു പോസിറ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ കൊടുക്കുക. സോ ദാറ്റ് ഈസ് ടെർഷറി പ്രിവെൻഷൻ. ഓക്കെ, സോ ടെർഷറി പ്രിവെൻഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് സ്റ്റേജിലാണ്, ടാർഗറ്റ് പോപ്പുലേഷൻ പേഷ്യൻസ് ആണ്. ഓക്കെ, സോ പ്രൈമോഡിയൽ ആൻഡ് പ്രൈമറി ഇസ് ബിഫോർ ദ ഒക്കറൻസ്. സെക്കൻഡറി ആൻഡ് ടെർഷറി നമ്മൾ ഡിസീസ് വന്നു, പക്ഷേ സെക്കൻഡറി അതിന് നേരത്തെ കണ്ടുപിടിക്കുക. ടെർഷറി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിസബിലിറ്റി ലിമിറ്റേഷൻ, അതായത് മാക്സിമം സഫറിങ്സ് കുറയ്ക്കുക ആൻഡ് റീഹാബിലിറ്റേഷൻ, ഫങ്ഷണൽ റീഹാബിലിറ്റേഷൻ. സോ അതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ നോക്കാം. നമ്മൾ പ്രിവെൻഷൻ കഴിഞ്ഞു, ഇനി നമ്മൾ
എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് നമുക്ക് കൊടുക്കാം. സോ അതാണ് മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ. അത് പ്രിവെൻഷനായിട്ടും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പം ഇന്ന സ്റ്റേജസ് അല്ലെങ്കിൽ ഇന്ന ലെവൽസ് ഓഫ് പ്രിവെൻഷനിൽ ഇന്ന മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നമ്മൾ എഡ്യൂക്കേഷനും അവെയർനെസ് പ്രോഗ്രാംസും ആണ്. സോ മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ ഇസ് ഹെൽത്ത് പ്രൊമോഷൻ. ഓക്കെ, സോ 5 മോഡ്സ് ഓഫ് ഇൻ്റർവെൻഷൻ ആണ്. അപ്പോൾ പ്രൈമോഡിയൽ പ്രിവെൻഷനിൽ നമുക്ക് ഹെൽത്ത് പ്രൊമോഷൻ വഴി നമുക്ക് ഹെൽത്ത് പ്രൊമോഷൻ വഴി ഡിസീസ് കൺട്രോൾ ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം. എന്ത് ഇൻ്റർവെൻഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ് കേട്ടോ ഓരോ സ്റ്റേജസ് ഓഫ് പ്രിവെൻഷനിൽ. ഇനി നമുക്ക് പ്രൈമറി പ്രിവെൻഷനിൽ നമുക്ക് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സെക്കൻഡ് വൺ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൈമറി പ്രിവെൻഷനിൽ കൊടുക്കാം. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ഒരു എക്സാമ്പിളാണ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ് ആണ് നമ്മൾ കൂടുതലായിട്ടും പ്രൈമറി പ്രിവെൻഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇമ്മ്യൂണൈസേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസീസ് ഒരിക്കലും പിന്നെ വരില്ല. സോ അതാണ് പ്രൈമറി പ്രിവെൻഷൻ ഒരു എക്സാമ്പിൾ. ഓക്കെ, സെക്കൻഡറി പ്രിവെൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് സ്ക്രീനിങ്. ഓക്കെ, ടെർഷ്യറി പ്രിവെൻഷനിൽ നമ്മൾ ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതാണ് ടെർഷ്യറി പ്രിവെൻഷനിൽ കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. സോ ഹെൽത്ത് പ്രൊമോഷൻ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ആ രണ്ടെണ്ണം ടെർഷ്യറി പ്രിവെൻഷനിൽ പോകും. ഓക്കെ, ഇനി പ്രൈമറി പ്രിവെൻഷൻ്റെ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് പ്രൊമോഷനും ഹെൽത്ത് എഡ്യൂക്കേഷനും ഒരു ഭാഗമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ സെയിം സംഭവം, സെയിം അല്ല, അതിൻ്റെ ഒരു ഉദ്ദേശം സെയിം ആണ്, അതായത് നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാം. സോ ഹെൽത്ത് പ്രൊമോഷൻ നമ്മൾ കൊടുക്കാൻ പ്രൈമറി പ്രിവെൻഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈമോഡിയലിൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് പ്രൊമോഷനാണ്. പ്രൈമറിയിൽ നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ്, ഫ്ലൂറൈഡ്, കേരീസ് ആക്ടിവിറ്റി ടെസ്റ്റ്, പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റ്, അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യാം. ഓക്കെ, ടൂത്ത് ബ്രഷിംഗ് പ്രോഗ്രാം, സൂപ്പർവൈസ്ഡ് സ്കൂൾ ബ്രഷിംഗ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് പ്രൈമറി പ്രിവെൻഷനിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾസ് ചില സ്ഥലത്ത് വായിക്കുമ്പം പ്രൈമറിയും പ്രൈമോഡിയലും ഓൾമോസ്റ്റ് ലൈക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് തോന്നും. സോ ആക്ച്വലി രണ്ടും പ്രൈമോഡിയൽ എന്ന് പറയുന്ന പ്രൈമറി തന്നെയാണ് മീനിങ്ങിൽ, പക്ഷേ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് വേറൊരു കാറ്റഗറി ആക്കിയെന്നേ ഉള്ളൂ. രണ്ടിലും എക്സാമ്പിൾസ് ഓവർലാപ്പിംഗ് ആയിട്ട് തോന്നും, പേടിക്കേണ്ട, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അപ്പം ഇത്ര ആലോചിച്ചാൽ മതി. പ്രൈമറിയിൽ നമുക്ക് ഡിസീസ് വന്നിട്ടില്ല, അതിന് മുന്നേ ബോത്ത് ഇൻ പ്രൈമറി ആൻഡ് പ്രൈമോഡിയൽ ഡിസീസ് ഹാവ് നോട്ട് ഒക്കേർഡ്. സോ വി ആർ ട്രൈങ് ടു പ്രിവെൻറ്റ് ദിസ്. ഓക്കെ, അപ്പോൾ പിറ്റ് ആൻഡ് ഫിഷർ സീലൻറ്റും ഡയറ്റ് കൗൺസിലിങ്ങും എല്ലാം ഡിസീസ് വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എക്സാമ്പിൾ. സോ ഈ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇനി നമ്മുടെ ഡെൻറ്റൽ കേരീസും പെരിഡോണ്ടൽ ഡിസീസും ഓറൽ ക്യാൻസറിൻ്റെ ഒക്കെ പ്രിവെൻഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, സോ പ്രൈമറി മീൻസ് disease have not occurred, so we are trying to prevent the disease before it occur. സോ അതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, ഇനി സെക്കൻഡറി പ്രിവെൻഷന് നമ്മുടെ എക്സാമ്പിൾ സ്ക്രീനിങ് ഓഫ് ഓറൽ ക്യാൻസർ, പിന്നെ റെസിൻ PRR കൊടുക്കുക. PRR എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റീവ് റെസിൻ റെസ്റ്റോറേഷൻ ആണ്. അവിടെ ഓൾറെഡി കേരീസ് വന്ന ടൂത്തിലാണ് നമ്മൾ PRR കൊടുക്കുക. സോ ഡിസീസ് വന്നു ആൻഡ് വി ആർ പ്രിവെൻറ്റിംഗ് ദ ഫർദർ കോംപ്ലിക്കേഷൻ. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഗിവിങ് എ PRR. ഓക്കെ, പിന്നെ സ്കെയിലിംഗ്, നമ്മുടെ പ്രൊഫൈൽ ആക്സസ്, അവിടെയൊക്കെ നമ്മൾ ഫർദർ ആയിട്ട് നേരത്തെ തന്നെ പ്രൊഫൈൽ ആക്സസ് ചെയ്തിട്ട് ഫർദർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, പിന്നെ ടെർഷ്യറിയിലാക്കി നമ്മുടെ ലാസ്റ്റുള്ള സംഭവങ്ങളൊക്കെ RCT, പൾപ്പെക്ടമി, അങ്ങനത്തെ ഇംപ്ലാന്റ്, ക്യൂററ്റേജ്, അങ്ങനത്തെയൊക്കെ ടെർഷ്യറിയിൽ വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഈ രണ്ട് സംഭവങ്ങൾ വേറെ ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഈ എപ്പിഡമോളജി സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങളുടെ പൾസിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു വേറെ ക്ലാസ് ആയിട്ട് തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് പ്രൊമോഷനും എടുക്കാം. പിന്നെ കാരണം എന്താ വെച്ചാൽ ഇതിലാകെ 1-2 ക്വസ്റ്റ്യനുകൾ, പക്ഷേ മിസലേനിയസിൽ ലാസ്റ്റ് മിസലേനിയസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും പിന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ക്വസ്റ്റ്യൻസ് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ അത് വേറൊരു ചാപ്റ്ററായിട്ട് തന്നെ എടുക്കാം. പിന്നെ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ്ങും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ സ്ക്രീനിങ്ങും വേറൊരു ചാപ്റ്ററായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ അറിയേണ്ടത് ഡിസേബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷനാണ്. ഓക്കെ, സോ അതിനെപ്പറ്റി ഞാൻ പറയാം. പിന്നെ ഇപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ക്രീനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹെൽത്ത് സർവേൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫിനാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെൻ്റൽ ഫിനാൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസും 1-2 ക്വസ്റ്റ്യൻസ് എപ്പിഡമോളജിയിൽ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ വേറൊരു ചാപ്റ്ററായിട്ട് തന്നെ അടുത്ത സെഷൻസിൽ പറയുന്നതായിരിക്കും കേട്ടോ.
ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും അടുത്ത സെഷൻ. അതിനകത്ത് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എല്ലാം കവറാവും. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇതിനകത്തൊരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ വന്നിട്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പോസിറ്റീവ് പ്രഡിക്റ്റീവ് വാല്യൂ, നെഗറ്റീവ് പ്രഡിക്റ്റീവ് വാല്യൂ ഒക്കെ. അപ്പോൾ അത് സ്ക്രീനിങ് എടുക്കുമ്പം അതും ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. സോ ഈ ഡിസബിലിറ്റി ലിമിറ്റേഷനൊക്കെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടുവെന്ന് വരില്ല, പക്ഷേ ഞാനത് ലിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലാസ്റ്റ് മിസലേനിയസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ APGയിലും എന്തൊക്കെയോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡിസബിലിറ്റി ലിമിറ്റേഷനെ പറ്റിയിട്ട്. സോ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് ഓഫ് ഡിസബിലിറ്റി WHO ആണ് നമുക്ക് കൊണ്ടുവന്നത്. സോ വാട്ട് ഈസ് അ ഡിസേബിലിറ്റി? ഡിസേബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഡിസേബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഓക്കെ, സോ ഇത് എല്ലാ ഈ ഫ്ലോ ചാർട്ടിൽ അതേ ഓർഡർ തന്നെ പഠിക്കണം. സോ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ഡിസേബിലിറ്റി അല്ല വരിക. ആദ്യം ഒരു ഡിസീസ് വരും. ഡിസീസ് വന്നിട്ട് നമ്മൾ ഇമ്പയർഡ് ആവും, പിന്നെ ഡിസേബിലിറ്റി, ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഹാൻഡിക്യാപ്പ്. സോ ദാറ്റ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ഡിസേബിലിറ്റി. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഡിസീസാണ്. അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രശ്നം വന്നു. ഓക്കെ, ഇത് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ലീഡിങ് ടു ഡിസേബിലിറ്റി, ഹാൻഡിക്യാപ്പാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഒരു ഡിസീസ് വന്നു. അപ്പോൾ ഡിസീസ് എന്ന് പറയുമ്പം എന്തോ ആവാം. അപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നൊരു എക്സാമ്പിളാക്കി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആക്സിഡൻറ്റ്, സോ ദാറ്റ് ഈസ് എ ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പയർമെൻറ്റ്. സോ വാട്ട് ഈസ് എ ഇമ്പയർമെൻറ്റ്? എനി ലോസ് ഓർ അബ്നോർമാലിറ്റി ഓഫ് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ഓർ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓർ ഫങ്ഷൻ. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ പോവുക, അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷൻ, എന്തെങ്കിലും ഒരു ഫങ്ഷൻ മിസ്സാവുക. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇമ്പയർമെൻറ്റ്. അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം വരിക. സോ ദാറ്റ് ഈസ് ഇമ്പയർമെൻറ്റ്. ഓക്കെ, സോ ഇവിടെ ആക്സിഡൻറ്റ് വന്നിട്ട് നമുക്ക് കാല് നഷ്ടമായി, ലോസ് ഓഫ് ഫുട്ട്. സോ ദാറ്റ് ഈസ് ഇമ്പയർമെൻറ്റ്. എക്സാമ്പിളാണ് ലോസ് ഓഫ് ഫുട്ട്. ഓക്കെ, സോ ഇമ്പയർമെൻറ്റ് കാരണം നമുക്ക് ഡിസേബിലിറ്റി. സോ ഫസ്റ്റ് ഡിസീസ് വന്നു, പിന്നെ ഇമ്പയർഡായി, പിന്നെ അത് ഡിസേബിലിറ്റി ആയി. ഓക്കെ, സോ ഡിസേബിലിറ്റി എന്ന് വെച്ചാൽ അതായത് ആ ഒരു ഇമ്പയർമെൻറ്റ് കാരണം സാധാരണ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് വന്നതിന് ശേഷം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഡിസേബിലിറ്റി. കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ അല്ലേ? സോ ഫസ്റ്റ് ഇസ് എ ഡിസീസ് ആൻഡ് ദെൻ ഹീ ഈസ് ഇമ്പയർഡ് ആൻഡ് ദെൻ ഇറ്റ് കോസസ് ടു ഡിസേബിലിറ്റി. സോ ഫുഡ് നഷ്ടപ്പെട്ടു, സോ ഹി കാൺട്ട് വാക്ക്, സോ നടക്കാൻ പറ്റില്ല. അതാണ് ഡിസേബിലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, അപ്പം ഹാൻഡിക്യാപ്ഡ് ആയി എന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഹാൻഡിക്യാപ്പ്? ഹാൻഡിക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഡിസേബിലിറ്റി ഒരു സർട്ടൺ ഡിസഡ്വാൻറ്റേജസ് ആൾക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്ചാർജ് discharge obligations that is required of him and to play the role that has been expected of him to play in the society. അതായത് പുള്ളിക്ക് വിചാരിച്ച കാര്യങ്ങൾ ഒരു സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നടക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അപ്പം പുള്ളിക്ക് പല പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഇപ്പം നടക്കാൻ പറ്റാത്തതുകൊണ്ട് മേ ബി അൺഎംപ്ലോയ്മെൻറ്റ് വരാം. സോ അപ്പം സൊസൈറ്റിയിൽ ഹി വാസ് സപ്പോസ് ടു ഡു എ ജോബ്. ബിക്കോസ് ഓഫ് ദിസ് ഹി ബിക്കേം അൺഎംപ്ലോയിഡ്. സോ അതാണ് ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, അതൊരു സോഷ്യലൈസ്ഡ് ഒരു സോഷ്യൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഡിസീസ്, ദെൻ ഇമ്പയർമെൻറ്റ്, ആൻഡ് ദെൻ കംസ് ഡിസേബിലിറ്റി, ആൻഡ് ദെൻ കംസ് ഹാൻഡിക്യാപ്ഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ ആക്സിഡൻറ്റ്, ലോസ് ഓഫ് ഫുഡ്, കനോട്ട് വാക്ക് ആൻഡ് അൺഎംപ്ലോയിഡ്. ഓക്കെ, സോ അതാണ് ഡിസേബിലിറ്റി. നമുക്ക് ജസ്റ്റ് ഹൈറാർക്കി ഓഫ് എവിഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ എല്ലാ സ്റ്റഡി ഡിസൈൻസും പഠിച്ചു. അപ്പോൾ ഈ സ്റ്റഡി ഡിസൈൻസിൽ ഞാൻ പറഞ്ഞു ഓരോന്നും ഹയർ ലെവലിൽ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എവിഡൻസിന് ഹൈറാർക്കി, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ സെർച്ച് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കോട്ട് ചെയ്യുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് റിവ്യൂസ് അല്ലെങ്കിൽ മെറ്റാ അനാലിസിസിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കാരണം അതിൻ്റെ എവിഡൻസ് ആണ് ഹൈ പൊസിഷനിൽ സ്ട്രോങ്ങസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. കാരണം അത് പല സ്റ്റഡീസും കൂടെ കമ്പൈൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് മെറ്റാ അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിവ്യൂ. സോ അതിന് ഭയങ്കര വെയിറ്റേജ് കൂടുതലാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിറ്റ് ആൻഡ് ഫിഷറിൻ്റെ എത്ര ശതമാനം സക്സസ് റേറ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ നേരെ പോയിട്ട്
ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ നോക്കുകയാണ് ചെയ്യുക. സോ അതിന് അത്രയും ഹൈ ലെവൽ ഓഫ് എവിഡൻസ് ഉണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്, തൊട്ട് താഴെ കൊഹോർട്ട്, പിന്നെ കേസ് കൺട്രോൾ, പിന്നെ ക്രോസ് സെക്ഷണൽ, പിന്നെ നമ്മുടെ ഇൻവിട്രോ സ്റ്റഡീസ്, പിന്നെ ഏറ്റവും ലാസ്റ്റാണ് കേസ് റിപ്പോർട്ട്, കേസ് സീരീസ്, പേപ്പേഴ്സൊക്കെ. അപ്പം ഏറ്റവും താഴെയാണ് ഡിസ്ക്രിപ്റ്റീവ് കിടക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഹൈറാർക്കി ഓഫ് എവിഡൻസ്. ഇനി നിങ്ങൾക്ക് ലെവൽസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ പാർക്കിലോ നമ്മുടെ സോബൻ പീറ്ററിലോ പിന്നെ ഞങ്ങളുടെ PG ലെവലുള്ള കുറച്ച് ബുക്സിലൊന്നും ആ ലെവൽസ് ഓഫ് എവിഡൻസ് കണ്ടിട്ടില്ല. സോ നിങ്ങൾ എന്താണോ പൾസിൽ തന്നിരിക്കുന്നത് അത് അതുപോലെ പഠിക്കാം. പിന്നെ പല ആർട്ടിക്കിൾസ് നോക്കുമ്പോൾ പല ലെവൽസ് ഓഫ് എവിഡൻസ് ആണ് കിട്ടുന്നത്. സോ നിങ്ങൾ പൾസിൽ എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ പഠിക്കുകയായിരിക്കും ബെറ്റർ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് പാനൽ സ്റ്റഡീസിനെ പറ്റിയാണ്. പാനൽ സ്റ്റഡീസും നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സായ പാർക്കിലോ സോബൻ പീറ്ററിലോ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പൾസിലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നോക്കുക. പാനൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്, പക്ഷേ നമ്മൾ റിപ്പീറ്റഡ് ഇൻ്റർവെൽസിൽ എക്സാമിൻ ചെയ്യും, അത്രേ പൾസിൽ പറയുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാനത് സ്റ്റഡി ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്, കാരണം ഇത് എവിടെയും ക്ലാസിഫിക്കേഷനിലൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇനി നിങ്ങൾ സോൾവ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ. ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് കാണാം നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്തിട്ട്. സോ അത് വരുന്ന സെഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ എടുക്കാത്തത്. ഓക്കെ, താങ്ക് യു.